ഹായ്, ആദ്യം തന്നെ പറയട്ടെ, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടായിരുന്നില്ല കേട്ടോ ശരിക്കും. പക്ഷേ സാഹചര്യവശാൽ നിർബന്ധിതമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ്. കാര്യം മറ്റൊന്നുമല്ല, ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. 6-7 മണിക്കൂർ കൊണ്ട് അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട്. 7 hours ആയി. യെസ്, ഓക്കെ. സംഭവം ഇതാണ്: സ്വയംഭോഗം ചെയ്താൽ ആർത്തവ സമയത്ത് വേദന മാറുമെന്നൊരു കുറിപ്പ് കണ്ടു എനിക്ക് ആ സമയത്ത് പൊതുവെ അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ ആർത്തവ സമയത്ത് പെയിൻ മാറും അല്ലെങ്കിൽ കുറവാകും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു ഇത്. സാധാരണഗതിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പരമാവധി കമൻസിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ട് അതങ്ങോട്ട് പോകും. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ ഒരു പോസ്റ്റിൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് കുറേ അധികം ആളുകൾ അതിനെക്കുറിച്ച് റെസ്പോണ്ട് ചെയ്യുക, അതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മറ്റു രീതിയിൽ പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ തന്നെ FB ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പോസ്റ്റിൽ കണ്ട് ഞാനത് ഇഗ്നോർ ചെയ്തിട്ടായിരുന്നു. പിന്നീട് കുറച്ച് ആളുകൾ വാട്സാപ്പിൽ, മെസ്സഞ്ചറിൽ ഒക്കെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ ഇങ്ങനെ അയച്ചു തരുന്നത് എന്താ സംഭവം, എന്താണ് ഇങ്ങനെ. ആ ഒരു സാഹചര്യവശാൽ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു പോസ്റ്റിൽ രത്നച്ചുരുക്കം ഇതാണ്: ഈ മാസമുറ സമയത്ത് അല്ലെങ്കിൽ മെൻസസ് പീരിയഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് സ്വയംഭോഗം ചെയ്താൽ മതി എന്ന് അതൊരു പോസ്റ്റ് ഞാൻ കണ്ടതാണ്. പക്ഷെ അത് മറ്റൊരു ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ് കണ്ടിട്ടുള്ളത്. ഒരു ടീച്ചർ പറഞ്ഞിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥ ടീച്ചറാണെങ്കിൽ ഓരോരോ കാരണവശാലും അവരൊരു വിദ്യാർത്ഥിനെ പഠിപ്പിക്കാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് എന്ന് ഞാൻ പറയും. 18 വയസ്സ് അല്ലെങ്കിൽ 20-25 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ പോട്ടെ, അവർക്ക് പറഞ്ഞിട്ടുള്ള സെക്സും ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മാസമുറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏജിൽ മാത്രമല്ല, ഏറ്റവും ചുരുങ്ങിയത് 9 വയസ്സുള്ള പിഞ്ചു മക്കളിൽ വരെ മാസമുറ ഉണ്ടായി തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. മാസമുറ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. കുറേയധികം പേർക്ക് പെയിൻ ഉണ്ട്, നല്ല പെയിൻ, എണീറ്റ് നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള പെയിൻ ഉള്ള ആൾക്കാരുണ്ട് ശാരീരികമായിട്ട്. പിന്നെ ആ സമയത്ത് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഈ പെയിൻ കാരണം കൊണ്ട് അവർക്ക് ലീവ് ആക്കേണ്ടുന്ന അവസ്ഥ വരുന്നുണ്ട്. ജോലിക്ക് പോകുന്ന സ്ത്രീകളും അതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചെറിയ മക്കളോട് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന സോക്കോൾ ടീച്ചർ ആൾ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ മാസമുറ സമയത്ത് വരുന്ന ഈ പെയിൻ അതിജീവിക്കാം, നിങ്ങൾ സ്വയംഭോഗം ചെയ്തോളൂ അല്ലെങ്കിൽ എക്സൈറ്റപ്പെട്ടോളൂ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറ. ആ ടീച്ചർ പറഞ്ഞത് അല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ? ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ആ പോസ്റ്റ് ഇട്ടപ്പം ഒരുപാട് പേര് കളിയാക്കി കണ്ടു വന്നു. എന്താ പറയുക, ഓപ്പണായിട്ട് ഞാനിങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവളിൽ നിന്ന് ലജ്ജ പോയി. അവൾ മോശം സ്ത്രീയാണ്. പ്രത്യേകിച്ച് ഒരു പെണ്ണാണെങ്കിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ വരട്ടെ. അവൾ മോശം സ്ത്രീയാണ്, അവൾ വിടക്കാണ് എന്നൊക്കെയുള്ള വാക്കുകൾ എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഓപ്പണായിട്ട്, വളരെ ഓപ്പണായിട്ട് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ വ്യക്തി ഒരു മോശം മനുഷ്യനായിട്ട് മാറുന്നത്? പിന്നെ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ശരിയാ. ആ വിഷയങ്ങൾ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ വിഷയങ്ങൾ എടുത്തിട്ട് ഇടാൻ പറ്റുമോ? ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ വിഷയങ്ങൾ പറയുന്നതും ചർച്ച ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതൊക്കെ. കുറച്ച് പെണ്ണുങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ മാസമുറ സമയത്ത് മാസ്റ്റുർബേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ കുറയുന്നുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോടൊക്കെയാണ് ചോദിക്കുന്നത്, ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ കുഞ്ഞു മക്കളോട്, നിങ്ങളുടെ അമ്മമാരുടെ, പെങ്ങന്മാരുടെ, ഭാര്യമാരോടൊക്കെ ഈ മാസമുറ സമയത്ത് ഉണ്ടാകുന്ന പെയിനിനെ അതിജീവിക്കാൻ നിങ്ങൾ മാസ്റ്റുർബേഷൻ ചെയ്താൽ മതി എന്ന് പറയുമോ? ഇപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് പേർക്ക് അവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. അവരുടെ ആ ഒരു സൈക്കിൾ എന്താണെന്ന് കൂടി അറിയുന്നുണ്ടാവില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഏകദേശം അറിയാൻ പറ്റും. അവരുടെ വരുന്ന മുഖത്ത് വരുന്ന വ്യത്യാസങ്ങൾ, അവരുടെ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കാലം അറിയാൻ പറ്റും. ആ ഒരു സമയത്ത് ഇത്ര കാലം ജസ്റ്റ് ഒന്ന് പറയുക, നിങ്ങളിത് ചെയ്തോ അപ്പോൾ ഇനി വേദന മാറിക്കൊള്ളുന്നു നിങ്ങൾ പറയുമോ? പറഞ്ഞോക്കെ, അപ്പം അറിയാൻ പറ്റും എന്താ അവരുടെ റിയാക്ഷൻ എന്നുള്ളത്. ഒന്നുമില്ല, ഈ കുഞ്ഞു മക്കളോടൊക്കെ നിങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പഴയ കാലത്തൊക്കെ ഈ മാസമുറ സമയത്ത് സ്ത്രീകളെ 7 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തുമായിരുന്നു. അവർക്ക് താമസിക്കാൻ തന്നെ മറ്റൊരു റൂമോ മറ്റൊരു സ്ഥലമോ ഒക്കെ നൽകുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതില്ല. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ രാവിലത്തെ അവരെ ഡ്യൂട്ടികൾ ചെയ്യണു, ഉച്ചയ്ക്കായാലും വൈകുന്നേരമായാലും രാത്രിയായാലും ഒക്കെ അങ്ങനത്തെ അവരുടെ ഡ്യൂട്ടികൾ ചെയ്യണു. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഇതിനിടെ കൂടെ ജോലിക്ക് പോകണോ, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളെ നോക്കുന്നു, വീട് നോക്കുന്നു, കുടുംബം നോക്കുന്നു. മൾട്ടി ടാസ്ക് പേഴ്സണാലിറ്റീസ് അല്ലേ? എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്നൊന്നും മറ്റാരും അറിയുന്നില്ല. എന്നിട്ട് നമ്മൾക്ക് രോഗം ഉണ്ടാവുന്നത് മാത്രമല്ല, വീടില്ലാത്തതും ഭക്ഷണം ഇല്ലാത്തതൊന്നും മാത്രമല്ല, അതിന് കൂടെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ഒരു സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രം, അതിൽ 100-ൽ 95 പേരെടുത്ത് കഴിഞ്ഞാലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ
ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഞാൻ സമയത്തെ കടന്നു പോകുന്നുള്ളൂ. പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും അതിൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാണ്ട്, സോറി അല്ല മാപ്പ് ചോദിക്കാനും സോറി പറയുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയം പറയണമെന്ന് തീരുമാനിച്ച് എന്ന് പറഞ്ഞിട്ടില്ല, സാഹചര്യവശാൽ പറയേണ്ടി വന്നതാണ്. വേറൊരു കാര്യം കൂടി, നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓപ്പണായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പോട്ടെ, നമുക്ക് പിന്നീട് മറ്റൊരു കണ്ടന്റുമായിട്ട് പിന്നീട് കാണാം. ഓക്കെ, അപ്പോൾ ബൈ.